Welcome to Aptics online classes. Next question. The classical writers who influenced Francis Bacon. ബേക്കനെ സ്വാധീനിച്ചിരിക്കുന്ന ക്ലാസിക്കൽ റൈറ്റേഴ്സ് പ്രധാനപ്പെട്ട എഴുത്തുകാരെ കുറിച്ച് മാത്രം ഒന്ന് മെൻഷൻ ചെയ്യുന്നേ. ദ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഹു ഇൻഫ്ലുവൻസ്ഡ് ഫ്രാൻസിസ് ബേക്കൺ: സിസറോ, സെനിക്ക, പ്ലൂട്ടാർച്ച്, വെർജിൽ, ഓവിഡ്, ലൂസിയൻ, Caesar, Plutarch, Horace, Plato, Homer, Herodotus and Aristotle. These are the classical writers who influenced Francis Bacon. ഒന്നുകൂടെ ശ്രദ്ധിക്കുക: സിസറോ, സെനിക്ക, പ്ലൂട്ടാർച്ച്, വെർജിൽ, ഓവിഡ്, ലൂസിയൻ, സീസർ, പ്ലൂട്ടോസ്, ഹൊറേസ്, Plato, Homer, Herodotus and Aristotle. Bacon's essays, according to the nature of the subject dealt in them. Once again, listen to the question. Bacon's essays, according to the nature of the subject dealt in them, can be divided into. ബാക്കൺ തന്റെ എസ്സേസിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ബാക്കന്റെ എസ്സേസിനെ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക: മോറൽ ആൻഡ് റിലീജിയസ് മീൻസ് അവയുടെ സബ്ജക്ട് എപ്പോഴും മൊറാലിറ്റിയും റിലീജിയനുമാണ്. ആദ്യത്തേത് മോറൽ ആൻഡ് റിലീജിയസ്. 2 ഡൊമസ്റ്റിക്, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്. ഓഫ് മാരേജ്, ഓഫ് സിംഗിൾ ലൈഫ്, മനസ്സിലായില്ലേ? ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ തന്നെ. ആൻഡ് 3 പൊളിറ്റിക്കൽ, മൂന്നാമത്തെ രാഷ്ട്രീയ വിഷയങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അപ്പോ ബാക്കൺസ് എസ്സേസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു മോറൽ ആൻഡ് റിലീജിയസ്, ഡൊമസ്റ്റിക് ആൻഡ് പൊളിറ്റിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ബാക്കൺസ് വർക്ക് the advancement of learning was dedicated to. Bacon's work, the advancement of learning was dedicated to King James. കിങ് ജെയിംസിന്റെ കീഴിലായിരുന്നു ബാക്കൺ പരമോന്നത പദവികളിലേക്ക് എടുത്തുയർത്തപ്പെട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദ അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ് എന്നുള്ള ഫിലോസഫിക്കൽ വർക്ക് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ജെയിംസ് രാജാവിനാണ്. ഇനി ബാക്കനെ കുറിച്ച് അലക്സാണ്ടർ പോപ്പ് നടത്തിയിരിക്കുന്ന, വളരെ പരിഹസിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു കോഴ്സ് നോക്കാം. ഇഫ് പാർട്സ് എൽവർ ദി തിങ്ക് ഹൗ ബാക്കൺ ഷൈൻഡ്. അതിനേക്കാളും കൂടുതൽ ഇനി പറയുന്നവർ ശ്രദ്ധിക്കുക. ഹു നോക്ക ദ വൈസസ്റ്റ്, ബ്രൈറ്റസ്റ്റ് ആൻഡ് മീനസ്റ്റ് ഓഫ് മാൻകൈൻഡ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദ വൈസസ്റ്റ്, ഫ്രാൻസിസ് ബേക്കനെ കുറിച്ച് പോപ്പ് നടത്തിയിരിക്കുന്ന കമന്റ് ആണ്. വൈസസ്റ്റ്, ഏറ്റവും വിവേകമുള്ളയാള്. ബ്രൈറ്റസ്റ്റ്, ഏറ്റവും തിളക്കമുള്ളയാള്. ആൻഡ് മീനസ്റ്റ് ഓഫ് മാൻകൈൻഡ്, ജീവിതത്തിൽ ഏറ്റവും നികൃഷ്ടനും ആയിരുന്നു. മീനസ്റ്റ്, ഏറ്റവും ചീപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഹു എസ്റ്റിമേറ്റഡ് ബാക്കൺ സോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് പോപ്പ്. ഇറ്റ് വാസ് അലക്സാണ്ടർ പോപ്പ് ഹു എസ്റ്റിമേറ്റഡ് ബാക്കൺ സോ ദ വൈസസ്റ്റ്, ബ്രൈറ്റസ്റ്റ് ആൻഡ് മീനസ്റ്റ് ഓഫ് മാൻകൈൻഡ്. മീനസ്റ്റ് എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം അത്യുന്നത പദവിയിൽ നിൽക്കെ അഴിമതിയുടെ പേരിൽ പിടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ എല്ലാ പൊസിഷൻസിൽ നിന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് മീനസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ബാക്കൺസ് പൊളിറ്റിക്കൽ മൊറാലിറ്റി പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ. Bacon's political morality was powerfully influenced by Machiavelli. ഓർമ്മിക്കുക, ഫ്ലോറന്റൈൻ ഹിസ്റ്റോറിയൻ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റർ ആയിരുന്നു മാക്കിയവെല്ലി. മാക്കിയവെല്ലിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, രാഷ്ട്രീയക്കാരെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കൃതിയും കൂടെയാണ് ദ പ്രിൻസ്. മനസ്സിലായി? ദ പ്രിൻസ്. മാക്കിയവെല്ലി എഴുതിയിരിക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ തോട്ട്സ് ആണ് അദ്ദേഹം അതിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോ ബാക്കന്റെ പൊളിറ്റിക്കൽ മൊറാലിറ്റിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന എഴുത്തുകാരൻ ആരായിരുന്നു? മാക്കിയവെല്ലി. നെക്സ്റ്റ്, ബാക്കൺ സിനിക്കൽ ഒബ്സർവേഷൻസ്. സിനിക്കൽ മീൻസ് ദോഷൈക ദൃക്ക് എന്നൊക്കെ പറയും. സിനിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും എല്ലാം കണ്ടെത്തുന്നവർക്കാണ് സിനിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. Bacon's cynical observation could be found in his essays. അദ്ദേഹത്തിന്റെ ഈ ദോഷൈക ദൃക്കിന്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന അദ്ദേഹത്തിന്റെ എസ്സേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് ആർ ഹിസ് ഡൊമസ്റ്റിക് എസ്സേസ് ഓൾസോ.
അതും കൂടെ ശ്രദ്ധിക്കുക. ഈ പറയുന്ന എസ്സേസ് അദ്ദേഹത്തിന്റെ ഡൊമസ്റ്റിക് എസ്സേസും കൂടെയാണ്. അതോടൊപ്പം തന്നെ ബേക്കന്റെ സിനിക്കൽ ഒബ്സർവേഷൻസ് കുഡ് ബി ഫൗണ്ട് ഇൻ ദീസ് എസ്സേസ്. 1 of parents and children, ഒന്നതാണ് of parents and children. 2 of marriage and single life, വൈവാഹിക ജീവിതവും ഒറ്റപ്പെട്ട ജീവിതവും. and of love and of friendship. ഈ എസ്സേസിലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ എല്ലാ എസ്സേസും നിങ്ങൾ ഗ്രാജുവേറ്റ്സ് എന്ന നിലയ്ക്ക് ഫ്രാൻസിസ് ബേക്കന്റെ ഏതെങ്കിലും ഒരു എസ്സേ നിങ്ങൾ പഠിച്ചു കാണും. മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും പഠിക്കാനുണ്ടായിരിക്കുക ഓഫ് സ്റ്റഡീസ് ആയിരിക്കും. ഓഫ് സ്റ്റഡീസ് 1, 2, 3 പ്രാവശ്യം ശരിക്കും പഠിച്ചതിന് ശേഷമേ നിങ്ങൾ ഈ എക്സാം എഴുതാൻ പോകാം. മിക്കവാറും ഓഫ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോ ബേക്കൺസ് സിനിക്കൽ ഒബ്സർവേഷൻസ് കുഡ് ബി ഫൗണ്ട് ഇൻ ദീസ് എസ്സേസ്. And these essays are also called his domestic essays, of parents and children, of marriage and single life, of love and friendship. Okay, Bacon's title essays, Bacon's title ഇങ്ങനെയായിരുന്നു. essays സ്പെല്ലിംഗ് നോക്കുക, ESSAYES എന്നാണ്. മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ ESSAYS എന്നുള്ള. Bacon's title essays or counsels derives from. അദ്ദേഹത്തിന് ഈ എസ്സേസ് എന്നുള്ള ടൈറ്റിൽ എവിടുന്ന കിട്ടിയ ആ കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഖായൽ ഡി മൊണ്ടെയ്ൻ, ആധുനിക ഗദ്യ സാഹിത്യത്തിന്റെ, ഇംഗ്ലീഷ് എസ്സേ അല്ല, അവിടെ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഫ്രാൻസിസ് ബേക്കൺ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എസ്സേ. അത് പോയിന്റ് നോട്ട് ചെയ്യണം, ഇംഗ്ലീഷ് എസ്സേ. പക്ഷേ മോഡേൺ എസ്സേയുടെ അല്ലെങ്കിൽ എസ്സേയുടെ പിതാവായിക്കൊണ്ട് അറിയപ്പെടുന്ന ഫ്രഞ്ച് റൈറ്റർ ആയിരുന്ന മൊണ്ടെയ്ൻ ആണ്. മൊണ്ടെയിൽ നിന്നാണ് അദ്ദേഹം ഈ എസ്സേസ് എന്നുള്ള ടൈറ്റിൽ എന്ത് ചെയ്തിരിക്കുന്നത്, കടം കൊണ്ടിരിക്കുന്നത്. അപ്പോ ബേക്കൺസ് ടൈറ്റിൽ എസ്സേസ് ഓർ കോൺസെൽസ് ഡിറൈവ്സ് ഫ്രം മിഖായൽ ഡി മൊണ്ടെയ്ൻ. ഓർമ്മിക്കാം. The edition of 1625 contained 1625 അദ്ദേഹത്തിന്റെ എസ്സേസിന്റെ അവസാനത്തെ കളക്ഷൻ പുറത്തു വരുന്നത്. അതിൽ എത്ര എസ്സേസ് ഉണ്ടായിരുന്നു എന്ന് ശരിക്കും ശ്രദ്ധിച്ചോളണം. ദിസ് എഡിഷൻ കണ്ടെയ്ൻഡ് 58 essays. അതിൽ കൂടുതൽ നമുക്ക് എസ്സേ കിട്ടിയിട്ടില്ല. അപ്പൊ ദ എഡിഷൻ ഓഫ് 1625 1625 എഡിഷനിൽ എത്ര എസ്സേസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് എഡിഷൻ കണ്ടെയ്ൻഡ് 58 essays. ഇനി നമ്മൾ മുമ്പേ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. HSIക്ക് നേരത്തെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന്. ശ്രദ്ധിക്കാം. What are the advantages of studies as enunciated by Bacon in his essay of studies? അപ്പൊ നിങ്ങൾ ശരിക്കും പഠിക്കേണ്ട, ഒരിക്കൽ പഠിച്ചാണ് കോളേജിൽ പഠിക്കുമ്പോൾ ഓഫ് സ്റ്റഡീസ്. ഞാനും കോളേജിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, പല ക്ലാസ്സുകളിലും BA ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നു ഓഫ് സ്റ്റഡീസ്. മനസ്സിലായില്ലേ? അപ്പൊ ഓഫ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും ഒരു ഷോർട്ട് എസ്സേ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ ആൻസർ ഇവിടെ ഞാൻ ചുരുക്കി പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റഡീസ് ആസ് ഇനൻഷിയേറ്റഡ് ബൈ ബേക്കൺ ഇൻ ഹിസ് എസ്സേ ഓഫ് സ്റ്റഡീസ്? ഇത് 2004 5 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. HSA 2004 5 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം വളരെ ബ്രീഫ് ആയിക്കൊണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിക്കുക. ഡിലൈറ്റ്. വി സ്റ്റഡി ഫോർ ഡിലൈറ്റ്. പഠനത്തിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഡിലൈറ്റ്. ഡിലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ എൻജോയ്മെന്റ് in seclusive or retirement or privacy or privacy. ഡിലൈറ്റ് പഠനം നമുക്ക് ആസ്വാദനം നൽകുക എപ്പോഴാണ്? പേഴ്സണൽ എൻജോയ്മെന്റ്. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് നല്ല അറിവുണ്ടെങ്കിൽ പണ്ട് പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബുക്സ് ആർ ബെസ്റ്റ് കമ്പാനിയൻസ് എന്ന്. നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്താണ്? പുസ്തകങ്ങളാണ് എന്ന്. അപ്പൊ ഒന്ന്, പഠനത്തിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഡിലൈറ്റ്, പേഴ്സണൽ എൻജോയ്മെന്റ് ഇൻ സെക്ലൂഷൻ ഓർ ഇൻ റിട്ടയർമെന്റ് ഓർ ഇൻ പ്രൈവസി. 2, ഓർണമെന്റ് ഇൻ സൊസൈറ്റി. നല്ല അറിവുണ്ടെങ്കിൽ നമുക്കത് സമൂഹത്തിൽ ഒരു ഭൂഷണമാണ്. രണ്ടാമതായിക്കൊണ്ട് അഡ്വാൻറ്റേജ് ഓർണമെന്റ് ഇൻ സൊസൈറ്റി ഓർ ദ കൾട്ടിവേഷൻ ഓഫ് സോഷ്യൽ ചാം ത്രൂ ഓഫ് ദി എക്സ്പോസിഷൻ ഇൻ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. ഓർമ്മിക്കുക. ഓർണമെന്റ് ഇൻ സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ദ കൾട്ടിവേഷൻ ഓഫ് സോഷ്യൽ ചാം ത്രൂ ദ കൾട്ടിവേഷൻ ഓഫ് ദ പവർ ഓഫ് ദ എക്സ്പോസിഷൻ ഇൻ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്.
നല്ല അറിവുണ്ടെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ജീവിക്കുന്ന അവസരത്തിൽ നമുക്ക് നമ്മുടെ സംസാരത്തിലും എഴുത്തിലും ഒക്കെ അതെന്ത് ചെയ്യാൻ പറ്റും, പ്രകടിപ്പിക്കാൻ പറ്റും. അതൊന്നുകൂടെ ശ്രദ്ധിക്കുക. ഓർണമെന്റ് ഇൻ സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ദ കൾട്ടിവേഷൻ ഓഫ് സോഷ്യൽ ചാം through the cultivation of the power of the exposition in speech and writing. And 3, ability in practical business. അതായത് എന്താണ് എബിലിറ്റി ഇൻ പ്രാക്ടിക്കൽ ബിസിനസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? For the cultivation of the power of judgment and arrangement of things and marshalling of facts and figures having regard to particular circumstances and events. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. Ability in practical business for the cultivation of the power of judgment and arrangement of things and marshalling of facts and figures having regard to particular circumstances and events. Okay, some famous quotations from his essays. ബാക്കന്റെ എസ്സേസിൽ നിന്നും എടുത്തിരിക്കുന്ന പ്രശസ്തമായിട്ടുള്ള, അതായത് ലോക പ്രശസ്തമായിട്ടുള്ള ചില കോട്ട്സ് അല്ലെങ്കിൽ കൊട്ടേഷൻസ് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. മിക്സ്ചർ ഓഫ് ഫാൾസ്ഹുഡ് ഈസ് ലൈക്ക് അലോയ് ഇൻ കോയിൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ which may make the metal work the better but empaceth it. ശരിക്കും ശ്രദ്ധിക്കാം. Mixture of falsehood is like alloy in coin of gold and silver which man makes the metal work the better but empaceth it. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വർണത്തിൽ നമ്മൾ വെള്ളിയോ ചെമ്പോ ഒക്കെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആ മെറ്റൽ കുറെ കാലം നിലനിൽക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. പക്ഷേ അത് ശുദ്ധ സ്വർണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി എംപേസത്ത്, അതിനെ അത് നികൃഷ്ടമാക്കി മോശമാക്കി മാറ്റുകയാണ്. ആ കോഴ്സിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക. ഇതൊക്കെ എഴുതിയ ഫ്രാൻസിസ് ബേക്കൺ ആയിരുന്നു. അവസാനം കറപ്ഷന്റെ പേരിൽ പിടിക്കപ്പെട്ടവും ലൈഫ് ഇംപ്രിസൺമെന്റ് അദ്ദേഹത്തിന് കൊടുത്തതും. അതും കൂടെ ഓർമ്മിക്കുക. മാത്രമല്ല ഹി വാസ് ഓൾസോ ഫൈൻഡ് 40,000 pounds the then time. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ 40,000 പൗണ്ടും അദ്ദേഹത്തിന് പിഴ എന്ത് ചെയ്തു, ശിക്ഷിച്ചു. അദ്ദേഹത്തിന് ആയുഷ്കാലം മുഴുവൻ ജയിലിലിടാനായിരുന്നു ഓർഡർ. എങ്കിൽ പോലും ജെയിംസ് ഫസ്റ്റിന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം ഒരു ദിവസമേ ജയിലിൽ കിടക്കേണ്ടി വന്നുള്ളൂ. ആൻഡ് ഹിസ് ഫൈൻ വാസ് ലെഫ്റ്റ് അൺപെയ്ഡ്. അദ്ദേഹത്തിന്റെ ഫൈൻ പിന്നീട് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, അടയ്ക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള ഫ്രാൻസിസ് ബേക്കൺ ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സ്വർണത്തിൽ ചെമ്പ് കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ, വെള്ളി കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ ആ മെറ്റൽ സ്വർണം ശരിക്കും എന്ത് ചെയ്യും, കുറച്ചുകൂടെ ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ആ മെറ്റലിന് അത് എംപേജ് ചെയ്യുന്നു, അതിന്റെ ക്വാളിറ്റിയെ അത് എന്ത് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു. ഏതാണ്? ഓഫ് ട്രൂത്ത് എന്നുള്ള എസ്സേയിലാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചതാണ്, എന്നാലും നിങ്ങൾ ഒന്ന് റിമൈൻഡ് ചെയ്യും. Their perfect nature and are perfected by experience. For natural abilities are like natural plants that need pruning by study. ആ സ്റ്റഡി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ കോഴ്സ് എന്തിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഓഫ് സ്റ്റഡീസ്. They perfect nature and are perfected by experience. ഇതുകൊണ്ട് ഫ്രാൻസിസ് ബേക്കൺ ഉദ്ദേശിച്ചിരിക്കുന്നത് അറിവ് നമ്മുടെ സ്വഭാവത്തിനെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കി മാറ്റുന്നു. പക്ഷേ ആ നേടിയിരിക്കുന്ന അറിവ് സമ്പൂർണ്ണമാകണമെങ്കിൽ അനുഭവം കൂടെ വേണം. അപ്പോ തിയററ്റിക്കൽ നോളജ് ഈസ് നോട്ട് സഫിഷ്യന്റ് ബട്ട് വി മസ്റ്റ് ഓൾസോ അക്വയർ പ്രാക്ടിക്കൽ വിസ്ഡം. പ്രായോഗികമായിട്ടുള്ള ജ്ഞാനവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നേടിയെടുക്കണം. അപ്പൊ ആ കോഴ്സ് ഒന്ന് ഓർമ്മിക്കാം. ദേ പെർഫെക്റ്റ് നേച്ചർ ആൻഡ് ആർ പെർഫെക്റ്റഡ് ബൈ എക്സ്പീരിയൻസ്. ഫോർ നാച്ചുറൽ എബിലിറ്റീസ് ആർ ലൈക്ക് നാച്ചുറൽ പ്ലാന്റ്സ്. ജന്മസിദ്ധമായിട്ട് നമുക്ക് കിട്ടുന്ന നൈസർഗികമായിട്ടുള്ള വാസനകൾ നൈസർഗികമായിട്ട് വളർന്നു വരുന്ന ചെടികളെ പോലെയാണ്. അതിന്റെ ചില ചില്ലകളൊക്കെ എന്ത് ചെയ്തേക്കാം, വൈൽഡ് ആയിട്ട് വളർന്നേക്കാം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ വെട്ടിയറുത്ത് മാറ്റണം. അതേ രീതിയിൽ മനുഷ്യനും ചില വൈൽഡ് ആയിട്ടുള്ള നേച്ചർ സ്വഭാവങ്ങൾ ഉണ്ടാവും. ആ നേച്ചറിനെ നമ്മൾ ജീവിതത്തിൽ നിന്നും ക്ലീൻ ചെയ്യേണ്ടത് എന്തിലൂടെ ആയിരിക്കണം, അറിവിലൂടെ ആയിരിക്കണം. നെക്സ്റ്റ് നോക്കാം, വളരെ പ്രശസ്തമാണ്. ചിൽഡ്രൻ സ്വീറ്റൻ ലേബേഴ്സ് ബട്ട് ദേ മേക്ക് മിസ്ഫോർച്യൂൺ മോർ ബിറ്റർ. ഓർമ്മിക്കാം, ചിൽഡ്രൻ സ്വീറ്റൻ ലേബേഴ്സ്. അധ്വാനത്തിന് മാധുര്യമുള്ളതാക്കി മാറ്റുന്നത് കുഞ്ഞുങ്ങളാണ്, അതായത് പാരന്റ്സ്. ഫ്രാൻസിസ് ബേക്കന്റെ കാലഘട്ടത്തിൽ മിക്കവാറും പിതാവായിരിക്കും ജോലിക്ക് പോവാം. അതുകൊണ്ട് പാരന്റ്സിൽ എന്താണ്, പിതാവിനെ അല്ലെങ്കിൽ പിതാക്കന്മാരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചിൽഡ്രൻ സ്വീറ്റൻ ലേബേഴ്സ് ബട്ട് ദേ മേക്ക് മിസ്ഫോർച്യൂൺ മോർ ബിറ്റർ. കുഞ്ഞുങ്ങൾ നമ്മുടെ അധ്വാനത്തിന് മാധുര്യമുള്ളതാക്കി മാറ്റുന്നു. പക്ഷേ പാരന്റ്സിന് എന്തെങ്കിലും മിസ്ഫോർച്യൂൺസ്,
ദൗർഭാഗ്യങ്ങൾ വരുമ്പം അത് കുട്ടികളുടെ ജീവിതത്തിനെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. അതായത് കുട്ടികളും കൂടെ അതെന്ത് ചെയ്യേണ്ടി വരും, ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോ ചിൽഡ്രൻ സ്വീറ്റ് ആൻഡ് ലേബേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന മറ്റൊന്നുമല്ല, കഠിനാധ്വാനം ചെയ്യുന്ന അവസരത്തിൽ when we do hard work we think about our children. കഠിനാധ്വാനം ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്തയാണ്. ഈ ചിന്ത നമ്മുടെ അധ്വാനത്തിന് എന്താക്കി മാറ്റുന്നു, സ്വീറ്റ് മാധുര്യമുള്ളതാക്കി മാറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. He that hath wife and children hath given hostages to fortune. ഭാര്യയും അദ്ദേഹത്തിന്റെ സിനിക്കൽ ആറ്റിറ്റ്യൂഡാണ്. ഭാര്യയും കുഞ്ഞുങ്ങളും ഒരു അധികമായിട്ടുള്ള എക്സ്പെൻസിന് കാരണമാകുന്നു എന്നായിരുന്നു ബാക്കൺ വിശ്വസിച്ചിരുന്നത്. ഭാര്യയും കുഞ്ഞുങ്ങളും ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് വളരെ കുറവായിരിക്കും. കാരണം എന്താണ്, ഫ്രാൻസിസ് ബേക്കൺ ഒരു എസ്സേയിൽ പറയുന്നുണ്ട്, ദേ ആർ ദ ബിൽസ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന്. എത്ര നാരോ ആയിട്ടാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത് നോക്കുക. ദേ ആർ മീൻസ് വൈഫ്സ് ആൻഡ് ചിൽഡ്രൻ ആർ ദ ബിൽസ് ഓഫ് എക്സ്പെൻഡിച്ചർ. നമ്മുടെ ചെലവിന്റെ ബില്ലുകളാണ് അവര് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്, അതിലാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ വരുന്നത്. ഒന്നുകൂടെ ഓർമ്മിക്കാം. ഹി ദാറ്റ് ഹാത്ത് മീൻസ് ഫ്രാൻസിസ് ബേക്കന്റെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷാണ്. ഹി ദാറ്റ് ഹാത്ത് വൈഫ് ആൻഡ് ചിൽഡ്രൻ ഹാത്ത് ഗിവൺ ഹോസ്റ്റേജസ് ടു ഫോർച്യൂൺ. ഈ കോഡ്സ് വരുന്നത് എന്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്. റിവെഞ്ച് ഈസ് എ കൈൻഡ് ഓഫ് വൈൽഡ് ജസ്റ്റിസ്. ഒരു വന്യമായിട്ടുള്ള രീതിയിലുള്ള നീതി നടപ്പിലാക്കലാണ് പ്രതികാരം. അതുകൊണ്ട് പ്രതികാരത്തിന് മെനക്കെടരുത്. റിവെഞ്ച് ഈസ് എ കൈൻഡ് ഓഫ് വൈൽഡ് ജസ്റ്റിസ് ഓഫ് റിവെഞ്ച്. പ്രതികാരത്തിനെ കുറിച്ച് എന്നുള്ള എസ്സേസിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഏതാണ് സേ ഓഫ് റിവെഞ്ച്. റിവെഞ്ച് ഈസ് എ കൈൻഡ് ഓഫ് വൈൽഡ് ജസ്റ്റിസ്. ഹൂസോഎവർ ഈസ് ഡിലൈറ്റഡ് ഇൻ സോളിറ്റ്യൂഡ് ഈസ് ഹൂസോഎവർ ഈസ് ഡിലൈറ്റഡ് ഇൻ സോളിറ്റ്യൂഡ്. ഏകാന്തതയിൽ സന്തോഷം കണ്ടെത്തുന്നയാൾ ആരുമാവട്ടെ, അയാൾ എന്താണ്, ഈസ് ഐദർ എ വൈൽഡ് ബീസ്റ്റ്, ഒന്നുകിൽ അയാൾ ഒരു കാട്ടുമൃഗമാണ്, വന്യജീവിയാണ്, ഓർ എ ഗോഡ്, അല്ലെങ്കിൽ അയാൾ എന്താണ്, ദൈവമാണ്. ഓർമ്മിക്കുക, ഏകാന്തതയിൽ ആസ്വാദനം കണ്ടെത്തുന്നയാൾ ഒന്നുകിൽ ഒരു കാട്ടുമൃഗമാണ്, അതല്ല എങ്കിൽ എന്താണ്, ദൈവമാണ്. ഇങ്ങനെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്സ് വന്നിരിക്കുന്നത് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അതിൽ നിന്നും മനസ്സിലാക്കുക, മനുഷ്യരായി ജീവിക്കുമ്പോൾ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്ത്, ഫ്രണ്ട്ഷിപ്പ്. ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള എസ്സേയിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഹൂസോഎവർ ഈസ് ഡിലൈറ്റഡ് ഇൻ സോളിറ്റ്യൂഡ്. ആരാണോ ഏകാന്തതയിൽ ആനന്ദം കണ്ടെത്തുന്നത്, ഈസ് ഐദർ എ വൈൽഡ് ബീസ്റ്റ് ഓർ എ ഗോഡ്. ഓക്കെ, ഇനി ഫ്രാൻസിസ് ബേക്കന്റെ കുറച്ച് നോട്ട്സ് നിങ്ങൾക്ക് വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്ത് അയച്ചിരുന്നുണ്ട്. ഫ്രാൻസിസ് ബേക്കൺ ഇത്ര മാത്രം നിങ്ങൾ കവർ ചെയ്താൽ മതി, അതിനപ്പുറത്തേക്ക് ഒന്നും നോക്കേണ്ടതില്ല. കോമ്പാക്ട് ആയിക്കൊണ്ട് നമ്മൾ അവിടെ എല്ലാം ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. ഓക്കെ, യു ആർ വെൽക്കം ദെൻ.